നമ്മുടെ ജീവിതം അത് താനേ അങ്ങ് മെച്ചപ്പെടുമെന്ന് വെറുതെ പ്രതീക്ഷിച്ചിരുന്നാൽ മതിയോ? ജിം റോൺ എന്നൊരു വലിയ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ജീവിതം വെറുതെ മെച്ചപ്പെടില്ല, നമ്മളതിനെ മെച്ചപ്പെടുത്തണമെന്ന്. ആ ഒരു മാറ്റം തുടങ്ങുന്നത് ഒരൊറ്റ ശക്തമായ തീരുമാനത്തിൽ നിന്നാണ്. ആ ഒരു കിടിലൻ ആശയമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ശരിക്കും ഒന്ന് നിർത്തി ആലോചിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വെറുതെ അങ്ങ് സംഭവിക്കുന്ന ഒന്നാണോ, അതോ നിങ്ങൾ ജീവിതത്തിന് സംഭവിക്കുന്ന ഒന്നാണോ? നിങ്ങൾ ജീവിതം എന്ന കളിയുടെ ഒരു കാഴ്ചക്കാരൻ മാത്രമാണോ, അതോ അതിലെ കളിക്കാരനാണോ? ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഉത്തരവുണ്ടല്ലോ, അവിടെയാണ് എല്ലാം തുടങ്ങുന്നത്. നമ്മുടെ ജീവിതത്തെ സമീപിക്കാൻ സത്യം പറഞ്ഞാൽ രണ്ട് വഴികളേയുള്ളൂ. ഒന്നുകിൽ കാറ്റിൽ പറന്നുപോകുന്ന ഒരു കരിയില പോലെ സാഹചര്യങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നോ അങ്ങോട്ടങ്ങ് പോകാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കപ്പലിന്റെ ക്യാപ്റ്റനായിട്ട് ഓരോ തിരമാലയെയും നേരിട്ട് നിങ്ങൾക്ക് വേണ്ട ദിശയിലേക്ക് കപ്പലോടിക്കാം. ഒന്നു വിധിയെ പഴിച്ചു ജീവിക്കുന്നു, മറ്റേത് സ്വന്തം വിധി സ്വയം എഴുതുന്നു. അപ്പോ നമുക്ക് ആദ്യം ഈ ഒഴുക്കിനൊപ്പം പോകുന്ന ജീവിതം എന്താണെന്നൊന്ന് നോക്കാം. ഇതാരും മനഃപൂർവ്വം തെരഞ്ഞെടുക്കുന്ന ഒന്നല്ല കേട്ടോ. ഇതെങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്, ഒരു ഡീഫോൾട്ട് സെറ്റിംഗ് പോലെ. നമുക്ക് സ്വന്തമായിട്ടൊരു ലക്ഷ്യമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സമൂഹം, സാഹചര്യങ്ങൾ, പിന്നെ ചുറ്റുമുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ ചേർന്ന് നമുക്ക് വേണ്ടി ഒരു വഴി അങ്ങ് തീരുമാനിക്കും. ഇവിടെയാണ് ഏറ്റവും വലിയൊരു ട്രാപ്പ് കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ബിസിയായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ കുറേ വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴോ ഒരിഞ്ച് മുന്നോട്ട് പോയിട്ടില്ല എന്നൊരു തോന്നല് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിന്റെ കാരണം നമ്മൾ വലിയ ലക്ഷ്യം വെച്ചിട്ട് അത് കിട്ടാത്തതുകൊണ്ടല്ല, സത്യത്തില് ഒരു ലക്ഷ്യവും വെക്കാത്തതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. അപ്പോ ശരി, ഈ ഒഴുക്കിനെ എങ്ങനെയാ നമ്മൾ തടയുന്നത്? എങ്ങനെയാണ് ആ കപ്പലിന്റെ കപ്പിത്താനാവുന്നത്? എല്ലാ വലിയ മാറ്റങ്ങളുടെയും തുടക്കമുണ്ടല്ലോ, അതൊരൊറ്റ കാര്യത്തിൽ നിന്നാണ്, ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്ന്. അതിനെയാണ് നമ്മൾ ഒരു ഉറച്ച തീരുമാനം എന്ന് പറയുന്നത്. ജിം റോൺ ഇതിനെ ഒരു വിത്തിനോടാണ് ഉപമിക്കുന്നത്. ഭയങ്കര രസമുള്ളൊരു കാര്യമാണത്. നമ്മളൊരു വിത്ത് മണ്ണിൽ നടുമ്പോൾ പുറമേക്ക് നോക്കിയാൽ ഒന്നും സംഭവിക്കുന്നില്ല അല്ലേ? പക്ഷേ ആ നിമിഷം മുതൽ ആ മണ്ണിനടിയിൽ എന്തെല്ലാം മാറ്റങ്ങളാ നടക്കുന്നത്? ഇതുപോലെ തന്നെയാണ് ഒരു ഉറച്ച തീരുമാനവും. പുറത്തുള്ള ആരും അറിയുന്നതിനു മുൻപ് തന്നെ നമ്മുടെ ഉള്ളിൽ ലോകം മാറിമറിയാൻ തുടങ്ങും. പക്ഷേ ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഈ പറയുന്ന ഉറച്ച തീരുമാനം വെറും ഒരു ആഗ്രഹമോ പ്രതീക്ഷയോ അല്ല. അത് രണ്ടും രണ്ടാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിരുന്നെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിക്കുന്നതിന് പകരം, അല്ല, ഇനി മുതൽ കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഉറപ്പിക്കുന്നതിലാണ് വ്യത്യാസം. ഓക്കേ, അപ്പൊ നമ്മുടെ ഉള്ളില് ആ തീപ്പൊരിയുണ്ട്, നമ്മളൊരു തീരുമാനമെടുത്തു. ഇനി എന്തു ചെയ്യും? ആ തീയെ ഒരു റോക്കറ്റ് പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ധനമാണ് വ്യക്തത അഥവാ ക്ലാരിറ്റി. അതായത് വ്യക്തത ഇല്ലെങ്കിൽ നമ്മുടെ ആ തീരുമാനം വെറുതെ കത്തിത്തീരുന്നൊരു തീക്കുള്ളി പോലെയാവും, ഒരു പ്രയോജനവുമില്ലാതെ. അപ്പോൾ ഇതാണ് നമ്മുടെ മാന്ത്രിക ഫോർമുല. ഉറച്ച തീരുമാനം പ്ലസ് വ്യക്തത. ഇത് രണ്ടും ചേരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, എനിക്ക് മാറണം എന്ന് പറയുന്നത് നമ്മുടെ ഉറച്ച തീരുമാനം. എനിക്ക് ഇങ്ങനെയാണ് മാറേണ്ടത് എന്ന് പറയുന്നതാണ് വ്യക്തത. ഒന്ന് പവറാണെങ്കിൽ മറ്റേത് ഡയറക്ഷനാണ്. രണ്ടും ഒരുമിച്ച് വേണം. നമ്മളെല്ലാവരും ചിലപ്പോഴെങ്കിലും മനസ്സിൽ പറയാറുള്ള ഒരു കാര്യമാണിത്, എനിക്കിതിലും നല്ലൊരു ജീവിതം വേണം. തീർച്ചയായും അതൊരു നല്ല തുടക്കമാണ്. പക്ഷേ എന്താണ് ഈ നല്ല ജീവിതം കൊണ്ട് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഈ ഒരു വ്യക്തതയില്ലായ്മയുണ്ടല്ലോ, അതാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലെ ഏറ്റവും വലിയ വില്ലൻ. അപ്പോ ഈ അവ്യക്തതയെ എങ്ങനെ നമുക്ക് ക്ലിയറാക്കാം? സിമ്പിളാണ്. നമ്മളോട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. അതായത്, മെച്ചപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് മെച്ചപ്പെടേണ്ടത്? എന്തിനെ വെച്ച് നോക്കുമ്പോഴാണ് മെച്ചപ്പെടേണ്ടത്? ആർക്ക് വേണ്ടിയാണ് ഈ മാറ്റം? എപ്പോഴേക്കും ഇത് നേടണം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന നിമിഷം ആകാശത്ത് പരന്നു കിടക്കുന്ന ഒരു മേഘം പോലെ തോന്നിയ നമ്മുടെ ആഗ്രഹം ഒരു ലേസർ ബീം പോലെ ഫോക്കസ്ഡ് ആവും. ജിം റോൺ പറയുന്ന ഒരു കാര്യമുണ്ട്, അവ്യക്തമായ ലക്ഷ്യങ്ങൾക്ക് ഒരു ആകർഷണ ശക്തിയുമില്ല, അത് അവ്യക്തമായ റിസൾട്ട് മാത്രമേ തരൂ. ഇങ്ങനെ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നമ്മളതിന് വ്യക്തമല്ലാത്ത സിഗ്നലുകളാണ് കൊടുക്കുന്നതെങ്കിൽ തിരിച്ചു കിട്ടുന്നതും വ്യക്തമല്ലാത്ത റിസൾട്ടായിരിക്കും. കൃത്യമായ റിസൾട്ട് വേണോ? കൃത്യമായ ലക്ഷ്യങ്ങൾ കൊടുക്കണം. അത്രയുള്ളൂ. അപ്പൊ ശരി, നമ്മുടെ കയ്യിലിപ്പോ ഉറച്ച തീരുമാനമുണ്ട്, നല്ല വ്യക്തതയുമുണ്ട്. പക്ഷേ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ. ഈ ഐഡിയകളെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കുറച്ച് ടൂൾസ് വേണം. നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യാനുള്ള 3 കിഡിലൻ ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലെ ഒന്നാമത്തെ ടൂളാണ് യോജിപ്പ് അഥവാ അലൈൻമെന്റ്. എന്താണിത്? വളരെ സിമ്പിളാണ്.
നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി ഇത് മൂന്നും ഒരേ ലൈനിൽ വരണം. ഇപ്പോ എനിക്ക് ഫിറ്റ് ആവണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഞാനിനി ജങ്ക് ഫുഡ് കഴിക്കില്ല എന്ന് കൂട്ടുകാരോട് പറയുന്നു. എന്നിട്ട് രാത്രി പോയൊരു ബർഗർ കഴിച്ചാലോ? അവിടെ യോജിപ്പില്ല. ഈ മൂന്നും ഒരേ ദിശയിലാകുമ്പോഴാണ് നമ്മുടെ പവർ മൂന്നിരട്ടിയാകുന്നത്. രണ്ടാമത്തെ ടൂൾ ശ്രദ്ധ അഥവാ ഫോക്കസ്. ഈ ബൾബും ലേസറും തമ്മിലുള്ള വ്യത്യാസമൊന്ന് നോക്കിക്കേ. രണ്ടിനും ഒരേ പവറായിരിക്കാം, പക്ഷെ ബൾബിന്റെ വെളിച്ചം എല്ലാ ഭാഗത്തേക്കും ചിതറിപ്പോകുന്നു. എന്നാൽ ലേസറോ അതേ പവറിനെ ഒരൊറ്റ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഭയങ്കര ശക്തമായിരിക്കുമത്. ഇതാണ് ഫോക്കസിന്റെ പവർ. ഫോക്കസിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ പ്രധാനം എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നതാണ്. നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ചെടി നന്നായി വളരാൻ നമ്മൾ അതിന്റെ ആവശ്യമില്ലാത്ത കൊമ്പുകളും ഇലകളുമൊക്കെ വെട്ടിമാറ്റില്ലേ? എന്തിനാണത്? ആവശ്യമുള്ള ഭാഗത്തിന് നന്നായി വളരാൻ വേണ്ടി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ വളരണമെങ്കിൽ അനാവശ്യമായ പലതിനെയും നമ്മൾ വെട്ടിമാറ്റേണ്ടി വരും. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ ഘടന അഥവാ സ്ട്രക്ചർ. നമ്മുടെ വലിയ വലിയ ലക്ഷ്യങ്ങളിലെ അതിന് ജീവിക്കാൻ ഒരു സ്ഥലം വേണം. ആ സ്ഥലമാണ് നമ്മുടെ സമയം. ജിം റോൺ പറയുന്നത് പോലെ, നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് സമയത്തിലൊരു ഇടം കൊടുത്തില്ലെങ്കിൽ, അതായത് നമ്മുടെ കാലണ്ടറിലൊരു സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ സ്വപ്നങ്ങളെ കാലണ്ടറിലെ ഒരു തീയതിയുമായിട്ട് ലിങ്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അത് വെറുമൊരു സ്വപ്നം മാത്രമായി തീരും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സത്യസന്ധമായ ഒരു ഡോക്യുമെന്റാണ് നമ്മുടെ കാലണ്ടർ. നമ്മൾ ശരിക്കും എന്തിനാണ് സമയം കൊടുക്കുന്നത്, എന്തിനോടാണ് നമുക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് എന്ന കാലണ്ടർ നോക്കിയാൽ അറിയാം. ഒരു കാര്യം നമ്മൾ കാലണ്ടറിൽ കുറിച്ചിടുമ്പോൾ അത് പിന്നെ വെറുമൊരു ഐഡിയ അല്ല, അതൊരു വാഗ്ദാനമാണ്. നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്നൊരു വാഗ്ദാനം. നിങ്ങളുടെ പ്രിയോറിറ്റീസ് എന്താണെന്നറിയണോ? നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാലണ്ടറും എടുത്ത് നോക്കിയാൽ മതി. അത് രണ്ടും പച്ചയ്ക്ക് സത്യം പറയും. അപ്പോ ഇത്രയൊക്കെ മെനക്കെട്ട് നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യുമ്പോ എന്താണ് നമുക്ക് കിട്ടുന്ന യഥാർത്ഥ സമ്മാനം? ഒരു പുതിയ കാറോ വലിയ വീടോ അതൊക്കെയാണോ? അല്ലേ അല്ല. യഥാർത്ഥ പ്രതിഫലം അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. അത് പുറത്തു കാണുന്ന ഒന്നല്ല, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ ചിന്തിക്കുക, ലക്ഷ്യം ഒരു മലയുടെ മുകളിലെത്തുന്നത് പോലെയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന സമ്മാനം ആ കൊടുമുടിയല്ല, മറിച്ച് ആ മല കയറാൻ വേണ്ടി നമ്മൾ നേടിയെടുത്ത കാലുകളിലെ കരുത്ത്, നമ്മുടെ ശ്വാസത്തിലുള്ള നിയന്ത്രണം, മനസ്സിലുണ്ടായ ധൈര്യം. അതാണ് യഥാർത്ഥ നേട്ടം. ചുരുക്കി പറഞ്ഞാൽ, ലക്ഷ്യമല്ല, ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ആരായി മാറുന്നു എന്നതിലാണ് ഏറ്റവും വലിയ വിജയം കിടക്കുന്നത്. ഈ ഒരു യാത്രയുടെ അവസാനം നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ജിം റോൺ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ലക്ഷ്യബോധം നമ്മുടെ അസ്ഥികളിൽ അങ്ങ് ഉറച്ചുപോകും. വ്യക്തത നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെയാകും. അതിന്റെ അർത്ഥമെന്താണ്? നമുക്കൊരു തരം സമാധാനം കിട്ടും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തിനാണ് ഈ ദിവസം ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനത്തിനും പിന്നിലൊരു ലക്ഷ്യമുണ്ടാകും. അത് നമ്മുടെ ജീവിതത്തിന് ഒരു ആഴവും അർത്ഥവും നൽകും. അപ്പോ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരൊറ്റ ചോദ്യം വെക്കുകയാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും 24 മണിക്കൂർ കിട്ടിയിട്ടുണ്ട്. ആ 24 മണിക്കൂറിനെ ആരാണ് ഡിസൈൻ ചെയ്യുന്നത്? അത് വെറുതെ അങ്ങ് സംഭവിച്ചു പോവാണോ, അതോ നിങ്ങൾ അതിന്റെ ഡിസൈനർ ആകുകയാണോ? തീരുമാനം എപ്പോഴും നിങ്ങളുടേതാണ്.